ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി വീട്ടിലേക്ക് വരുന്ന സുധീഷ് കാണുകയാണ് നിധിയും സുഭാഷും നികേഷും ഹരീഷും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. അവരുടെ അരികിലേക്ക് പോകാതെ വാതിലിന്റെ അരികിൽ നിന്ന് അവരെ തന്നെ നോക്കുകയാണ് സുധീഷ്. ആരും സുധീഷിനെ ശ്രദ്ധിക്കുന്നില്ല. വിഷമത്തോടുകൂടി സുധീഷ് സ്റ്റെപ്പിലേക്ക് ഇരിക്കുമ്പോൾ അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ സാറ് വീട്ടിനകത്തേക്ക് പോയില്ലേ? പുറത്തു തന്നെ ഇരിക്കുവാണോ? ഓ, നിങ്ങളും വന്നോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഈ വീട്ടിൽ നടക്കുന്നതെല്ലാം ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ആരും നിനക്കൊരു വില തരുന്നില്ലല്ലോ. ആ കുട്ടിയെ സ്കൂട്ടർ പഠിപ്പിക്കാൻ പോയി, അത് വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഇവിടെ ഉള്ളവന്മാരെല്ലാം മിണ്ടാതെ നിന്നില്ലേ? ആ കുട്ടിയുടെ ഒപ്പം നീ ജീവിക്കണമെന്ന് ഇവരാരും ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ എന്താ എന്നെ എരികേറ്റുകയാണോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അതെ, ഞാൻ നടക്കുന്നതെല്ലാം കാണുന്നുണ്ട്. കണ്ണു കെട്ടിയിരിക്കുകയൊന്നുമല്ലല്ലോ ഞാൻ. നിന്റെ സുഭാഷേട്ടൻ നീ വരാതെ ഭക്ഷണം കഴിക്കാറില്ല. പക്ഷെ ഇപ്പൊ കണ്ടോ, നീ വന്നാൽ എന്താ വന്നില്ലേൽ എന്താന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിക്കുന്നത്. ഇങ്ങനെ പോയാൽ നിന്റെ അവസ്ഥയും എന്റെ അവസ്ഥയും ഒരേപോലെയാകും. ഇതിനിടയിൽ നിന്റെ ജോലിയും പോയി. നിന്റെ ഭാര്യ നിനക്ക് ഒരു വിലയും തരുന്നില്ല. ആദ്യം അവള് നിന്റെ ഭാര്യയാണെന്ന് നിനക്ക് തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. നിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുന്നു, പുറത്ത് സമാധാനം ഇല്ലെന്ന് കരുതി വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ അതിനപ്പുറം. അപ്പൊ ഭാസ്കരൻ പറയുന്നു, നീ ദേഷ്യപ്പെടാതെ. എന്നെ എങ്ങനെയാണോ ഒഴിവാക്കിയത് അതേപോലെ ഒരു ദിവസം നിന്നെ അവർ ഒഴിവാക്കും. ഞാൻ ഈ സൈഡിൽ കട്ടിലിട്ട് കിടക്കുന്നത് പോലെ നീയും അപ്പുറത്തെ സൈഡിൽ കട്ടിലിട്ട് കിടക്കും. അത്രേ ഉള്ളൂ നിന്റെ ജീവിതം. പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് നാട്ടുകാർ പറഞ്ഞ് ഒരു പെണ്ണ് വന്നപ്പോൾ അവർക്ക് അവളെ മതി, നിന്നെ വേണ്ട. ആ പെണ്ണ് കൂടെ പിറക്കാത്ത പെങ്ങളായിട്ടല്ലേ അവര് കാണുന്നത്. അവരവളെ ദത്തെടുത്തു. നീ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാണെന്നുള്ള ചിന്ത അവർക്ക് ആർക്കുമില്ല. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് സുധീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ചിരിച്ച് സംസാരിക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും നിധിയുമെല്ലാം. ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് തോമസ് ഏട്ടന്റെ ഒപ്പം ബാറിലേക്ക് വന്ന സുധീഷ് മദ്യപിക്കുകയാണ്. തോമസ് ഏട്ടൻ പറയുന്നു, മദ്യം കുടിക്കടാ, ഇതൊന്നും നിനക്ക് ശീലമുള്ളതല്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, ജീവിതം പോയി. ഞാൻ ഇവിടെ മദ്യപിച്ച് കിടന്നാൽ പോലും ആരും ചോദിക്കില്ല. അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇന്ന് നിന്റെ വാക്കുകൾ കേട്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു. നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാന്ന് കരുതിയാ മദ്യപിക്കാനായി വിളിച്ചോണ്ട് വന്നത്. അപ്പൊ നീ എന്തൊക്കെയോ പറയുന്നു. സുധീഷ് വീണ്ടും വീണ്ടും മദ്യപിക്കുകയാണ്. തോമസ് ഏട്ടൻ ചോദിക്കുന്നു, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഒരു മാസത്തേക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതാണോ? ഒരു മാസം നീ വണ്ടി ഓടിക്കണ്ട, അത് കഴിഞ്ഞ് നന്നായി വണ്ടി ഓടിച്ച് സമ്പാദിക്കാമല്ലോ. ഒരു മാസം നീ ടൂർ പോയതായിട്ട് അങ്ങ് വിചാരിച്ചാ മതി. ഭാര്യയുടെ കൂടെ നീ സന്തോഷമായിട്ടിരിക്കടാ. സുധീഷ് ചോദിക്കുന്നു, ഭാര്യയോ? ആര്? നിധിയോ? തോമസ് ഏട്ടനാ പറയുന്നത് അവൾ എന്റെ ഭാര്യയാണെന്ന്. പക്ഷെ അവൾ എനിക്ക് ഒരു വിലയും തരുന്നില്ല. ശരിയെന്ന് പറഞ്ഞ് ജോലിക്ക് വരുമ്പോൾ തോമസ് ഏട്ടനും എനിക്കൊരു വില തരുന്നില്ല. ജോലിയില്ല, പുറത്തു പോയിക്കോളാൻ. തോമസ് ഏട്ടനും എന്നെ ഇഷ്ടമല്ല, നിധിക്കും എന്നെ ഇഷ്ടമല്ല. ജോലിയില്ല, കയ്യിൽ പണവും ഇല്ല, ആർക്കും വേണ്ടാതായി ഞാൻ. സുധീഷ് അങ്ങനെയൊന്നും അല്ലാന്ന് തോമസ് ഏട്ടൻ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല അങ്ങനെയാ. തോമസ് ഏട്ടൻ അറിയുമോ, എന്റെ ഭാര്യ എന്നോട് സംസാരിക്കാറില്ല. പക്ഷെ വീട്ടിലുള്ള എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കും. സുഭാഷ് ഏട്ടൻ അവളെ അനുജത്തിയായിട്ട് അങ്ങ് ദത്തെടുത്തിരിക്കുക. അവളാണെങ്കിൽ കൂടെ പിറക്കാത്ത ആങ്ങളെയായിട്ടാണ് സുഭാഷ് ഏട്ടനെ കാണുന്നത്. അവരുടെ സ്നേഹം കണ്ടാൽ കുളിരു കൂരും. അത് വിട്. നികേഷ് ഇല്ലേ, ഏട്ടത്തിയായിട്ട് അല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് അമ്മയായിട്ട് പോലും കാണുന്നുണ്ട്. എന്തിന്? ഹരീഷ് ഇല്ലേ, അവരോട് പോലും അവള് ചിരിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ അടുപ്പിക്കില്ല. അവരുടെ അടുത്തേക്ക് ഞാൻ ചെന്നാലേ എന്നെ വിരട്ടുക. എനിക്ക് അപമാനം തോന്നുക. അയാളില്ലേ എന്റെ അച്ഛൻ, അയാള് പറയുക നിധി ആ വീട്ടിലെ കുട്ടിയായിട്ട് മാറിയെന്ന്. എത്രയും പെട്ടെന്ന് എന്റെ ചേട്ടനും അനിയന്മാരും കൂടി ചേർന്ന് നിധിക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ചു വിടുമെന്ന്. അത് കേട്ടപ്പോഴെനിക്ക് അങ്ങനെ. സുധീഷ് വീണ്ടും മദ്യപിക്കുമ്പോൾ അത് വാങ്ങിച്ച് അവിടേക്ക് വെച്ച് തോമസ് ഏട്ടൻ ചോദിക്കുന്നു, നീ എന്താണ് ഈ പറയുന്നത്? നിധി നിന്റെ ഭാര്യ, പിന്നെ എങ്ങനെ അവര് നിന്റെ ഭാര്യയുടെ കല്യാണം നടത്തുക? നീ കുടിച്ചത് ഓവറായെന്ന് തോന്നുന്നു, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ സുധീഷ് പറയുകയാണ്, തോമസ് ഏട്ടന് സത്യം ഒന്നും അറിയില്ല. നിധിയുടെയും എന്റെയും കല്യാണം അവളൊരു കല്യാണമായിട്ട് കാണുന്നില്ല. തോമസ് ഏട്ടൻ ചോദിക്കുന്നത്, നീ എന്താ ഈ പറയുന്നത്? നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്നാണല്ലോ പറഞ്ഞത്. ആ പെണ്ണ് നിന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് രാത്രി ഇറങ്ങി വന്നതല്ലേ? വിഷമത്തോടുകൂടി സുധീഷ് പറയുന്നു, അതെല്ലാം കള്ളമായിരുന്നു. പക്ഷെ ആ കള്ളത്തില് കുറച്ച് സത്യമുണ്ട്. നിധിയെ സംബന്ധിച്ച് ഇതൊരു കല്യാണമല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ശരിക്കും നടന്ന കല്യാണമോ? ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുകയാണ്, ശരി, മനസ്സിലാകുന്ന രീതി പറയടാ. സുധീഷ് ചോദിക്കുന്നു, മനസ്സിലായില്ലേ തോമസ് ഏട്ടന്? തോമസ് ഏട്ടൻ എന്നെ നിധിയുടെ വീട്ടിലേക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞു വിട്ടില്ലേ? അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, അതെ, ആ കുട്ടിയുടെ കല്യാണം ആയതുകൊണ്ട് വണ്ടി ഓടിക്കാൻ ആളുണ്ടോന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ സുധീഷ് പറയുകയാണ്, കറക്റ്റ്. പക്ഷെ നിധിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അവളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് അവളെ കണ്ട ഉടനെ ഇഷ്ടമായതാ. ശരി, ഞാൻ കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞു. എന്നോട് അവളോടൊരു സഹായം ചോദിച്ചിട്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ രാത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി. പാതി വഴിയില് അവളുടെ അച്ഛനും ഗുണ്ടകളും ഞങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങി. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തോമസ് ഏട്ടനോട് പറയുകയാണ് സുധീഷ്. രാജീവിന്റെയും ഗുണ്ടകളുടെയും കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയതും അവിടെ വെച്ച് നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയതും പിന്നീട് നടന്ന കാര്യങ്ങളും എല്ലാം സുധീഷ് പറയുകയാണ്. എല്ലാം കേട്ട തോമസ് ഏട്ടൻ ചോദിക്കുന്നു, എടാ നീ എന്തിനാടാ ഇതെല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചത്? അപ്പൊ സുധീഷ് പറയുകയാണ്, എല്ലാവരും വിശ്വാസമല്ലേ തോമസ് ഏട്ടാ, എന്തെങ്കിലും അവൾ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങുമെന്ന് വിചാരിച്ചു. ഈ 4 മാസത്തിനുള്ളിൽ അവളോട് അടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. കുറച്ച്
അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവള് പിന്നോട്ടേക്ക് പോവുകയാണ്. എന്തിന്? ഞാൻ ആഗ്രഹിച്ച നിധിക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു. പാവം, അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ശരി, അവളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രണയം അവളോട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അവളെ പഠിപ്പിക്കേണ്ടെന്നാ അവള് പറഞ്ഞത്. എന്റെ അനുജൻ നികേഷ് അവളെ പഠിപ്പിക്കുന്നത്. അവൻ പഠിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞോള്. എന്നെ വേണ്ടാന്ന്. എന്റെ അവസ്ഥ കണ്ടില്ലേ? ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന എന്നോടാ ജോലി ഇല്ലാന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്ത് തോമസ് ഏട്ടാ വഴക്ക് പറഞ്ഞത്. തോമസ് ഏട്ടാ, എനിക്ക് തോമസ് ഏട്ടനോട് ദേഷ്യ. ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുന്നു, എടാ എനിക്കിതൊന്നും അറിയില്ലായിരുന്നടാ. നീ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. അന്ന് സ്റ്റേഷനിലേക്ക് ആ കുട്ടി വന്നില്ലേ? നിന്നെ പുറത്തിറക്കാൻ പറ്റില്ല എന്ന് കരുതി ആ കുട്ടി ഒരുപാട് വിഷമിച്ചു. ഞാൻ വിചാരിച്ചു ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാ അവള് വിഷമിക്കുന്നതെന്ന്. സുധീഷ് ചോദിക്കുന്നു, തോമസ് ഏട്ടൻ എന്താ ഈ പറയുന്നത്? എന്നെ അവളൊരു മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാ ഭർത്താവായിട്ട് കാണുന്നത്? അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, എടാ നിങ്ങളുടെ കല്യാണം നിയമപരമായിട്ട് നടന്നതല്ലേ? നിന്റെ വീട്ടിലല്ലേ ആ കുട്ടി താമസിക്കുന്നത്? ഈ നാട്ടുകാരെല്ലാവരും അവളെ നിന്റെ ഭാര്യയായിട്ടാ കാണുന്നത്. ആ കുട്ടി ഭാര്യയല്ല എന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. നിന്നോടൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അവള് നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത്? ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടമാടാ. എന്തായാലും നിന്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ നീ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? അവളുടെ ഭർത്താവായിട്ട് അങ്ങ് ജീവിക്ക്. സുധീഷ് ചോദിക്കുന്നു, അതെങ്ങനെ തോമസ് ഏട്ടാ? അവൾ എന്നെ ഭർത്താവായിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, സുധീഷേ, അവിടെ നീ തെറ്റ് ചെയ്യുന്നത്. പെണ്ണുങ്ങളെല്ലാം തുറന്നു പറയില്ല, നമ്മൾ വേണം എല്ലാം മനസ്സിലാക്കി പെരുമാറാൻ. അന്ന് ഞാൻ കണ്ടതാടാ. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി. അവൾ അങ്ങനെ വിഷമിച്ചത് നിന്നെ ഭർത്താവായി കാണാത്തത് കൊണ്ടാണോ? നീ അടുത്ത ഘട്ടത്തിലേക്ക് പോണം. സുധീഷേ, നിന്റെ അവകാശം നീ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? നേരെ ചെന്ന് ഞാൻ നിന്റെ ഭർത്താവെന്ന് പറ. ചില പെണ്ണുങ്ങൾക്ക് ധൈര്യമായിട്ട് സംസാരിക്കുന്ന ഭർത്താക്കന്മാരെയാ ഇഷ്ടം. നീ അങ്ങനെയുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ എടുക്കാൻ വേണ്ടി ആ കുട്ടിയെ കാത്തു നിൽക്കുകയായിരിക്കും. തോമസ് ഏട്ടൻ അങ്ങനെയാണോ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ തോമസ് ഏട്ടൻ പറയുകയാണ്, അതേടാ, നീ അടുക്കാൻ ശ്രമിക്കാതെ അകന്നു നിന്നാൽ നീ പിന്നെ ഒരുപാട് വിഷമിക്കേണ്ടി വരും. സുധീഷേ, നിന്റെ ഭാര്യ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്. 4 പേരെ കാണും, സംസാരിക്കും. അവിടെയുള്ള എല്ലാവരും നിന്നെ പോലെ മടിച്ചു നിൽക്കുന്നവരായിരിക്കില്ല. സംസാരിച്ച് അടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ ഒരുപാട് ബുദ്ധിമുട്ടും. ഇത് കേട്ട് ടെൻഷനോടുകൂടി മദ്യപിക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് മദ്യപിച്ച് ലക്ക് കേട്ട് വീട്ടിലേക്ക് വരികയാണ്. സുഭാഷും നികേഷും ഹരീഷും നല്ല ഉറക്കത്തിൽ കിടക്കുന്നു. നിധിയും റൂമിൽ കിടന്നുറങ്ങുകയാണ്. വാതിലിന്റെ അരികിലേക്ക് വരുന്ന സുധീഷ് പറയുന്നു, എന്ത് വീടായത്? അങ്ങനെ സുധീഷ് സ്റ്റെപ്പിലേക്ക് ഇരിക്കുമ്പോൾ ഉറക്കം ഉണർന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഇവിടെ വന്നിരിക്കുന്നത്? നീ കുറച്ചു മുമ്പല്ലേ പോയത്? നീ കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ മിണ്ടരുതെന്ന് സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എനിക്ക് നിന്നെ കാണുമ്പോൾ സഹതാപം തോന്നുന്നു. അപ്പൊ സുധീഷ് പറയുന്നു, നിങ്ങൾ സഹതപിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എടാ ഞാൻ വീണ്ടും പറയുക, നിന്റെ ചേട്ടനും മാനിയന്മാരും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. നീ നന്നായിട്ട് ജീവിക്കണമെന്ന് ഇവിടെയുള്ള ആർക്കും ചിന്തയില്ല. ആ കുട്ടി ഇവിടേക്ക് വന്നതിന് ശേഷം നിന്റെ ഭാര്യയായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സഹോദരിയായിട്ടല്ലേ കാണുന്നത്. നീയും അവളും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്ന് ഇവിടെ ഒരാളും ആഗ്രഹിക്കുന്നില്ല. ഒരച്ഛൻ എന്ന നിലയില് മക്കളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കേണ്ടത് എന്റെ സ്വന്തം കാര്യം തന്നെ അല്ലേടാ മോനെ. ആ കുട്ടി ഒരുമിച്ച് ഒരു ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. അങ്ങനെ സുധീഷ് നിധിയുടെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്നും അവർക്ക് കുട്ടികൾ ഉണ്ടാകണമെന്നും ഒക്കെ ഭാസ്കരൻ പറയുകയാണ്. നീ ഇനി മടിച്ചു നിന്നാൽ നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ അവള് പോകും. നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ നീ വീട്ടിൽ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അവള് നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ നീ ആദ്യം അവളുടെ ഭർത്താവാകണം. നീ ഇങ്ങനെ അകന്നു മാറി നിന്നാൽ അവളും അകന്നകന്നു പോകും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ കേട്ടാ നിനക്ക് കൊള്ളാം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ, നിങ്ങൾ പോയി കിടന്നുറങ്ങുക. അപ്പൊ ഭാസ്കരൻ പറയുന്നു, എനിക്ക് എന്താടാ, ഞാൻ നിനക്ക് നല്ലതിനു വേണ്ടിയാ പറഞ്ഞത്. അങ്ങനെ ഭാസ്കരൻ ഉറങ്ങാനായി കിടക്കുകയാണ്. തോമസ് ഏട്ടനും ഭാസ്കരനും പറഞ്ഞതെല്ലാം ഓർക്കുകയാണ് സുധീഷ്. മടിച്ചു നിൽക്കാതെ നിധിയുടെ ഭർത്താവായിട്ട് ജീവിക്കണമെന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞത്. തുടർന്ന് അകത്തേക്ക് കയറി വരുന്ന സുധീഷ് ഉറങ്ങിക്കിടക്കുന്ന സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും നോക്കുകയാണ്. ശേഷം നിധിയുടെ റൂമിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ഓർക്കുകയാണ്, സുധീഷ് ഓഫീസിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയത് നിധി ദേഷ്യപ്പെട്ടത്. തുടർന്ന് റൂമിനകത്തേക്ക് കയറി വാതിലടച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധി നിന്റെ ഭാര്യയാണ്. അവളിൽ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് നിനക്ക്. ഭർത്താവിന്റെ അവകാശങ്ങൾ നീ എടുത്തില്ലെങ്കിൽ അവൾ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കില്ല. നീ അവളുടെ ഭർത്താവാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്ക്. ആലോചിക്കാതെ സുധീഷ്, അയാള് പറഞ്ഞതുപോലെ നീ അകന്നകന്നു പോയാൽ ഇവള് നിന്നെ അകന്നു പോകും. നിനക്ക് നിധിയെ ഇഷ്ടമല്ലേ? ഇവള് നിന്റെ ഭാര്യയല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത്? അങ്ങനെ സുധീഷ് ഉറങ്ങിക്കിടക്കുന്ന നിധിയെ ഒന്ന് നോക്കിയിട്ട് നിധിയുടെ ഒപ്പം ബെഡിലേക്ക് കിടക്കുകയാണ്. സുധീഷ് നിധിയെ തന്നെ നോക്കി കിടക്കുമ്പോൾ ഉറക്കം ഉണർന്ന നിധി ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ ഹായ് എന്ന് പറയുകയാണ് സുധീഷ്. ഭയത്തോടുകൂടി എഴുന്നേറ്റിരുന്ന നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഈ ചെയ്യുന്നേ? അപ്പൊ സുധീഷ് ചോദിക്കണ, നിധി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ വേറെ ആരും അല്ലല്ലോ, ഞാൻ നിധിയുടെ ഭർത്താവല്ലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഹോളിൽ കിടക്കുന്നത്? ഞാൻ ഇനി മുതൽ ഇവിടെ കിടക്കുന്നത്. ഇനി എന്റെ ചേട്ടന്റെ അനിയന്മാരുടെയും കൂടെ ഹോളിൽ കിടന്നുറങ്ങാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഇവിടെ നിധിയുടെ ഒപ്പമേ കിടക്കൂ. അങ്ങനെ സുധീഷ് ബെഡിലേക്ക് കിടക്കുമ്പോൾ നിധി എഴുന്നേറ്റ് ലൈറ്റ് ഇടുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, ആദ്യം സുധീഷ് എഴുന്നേറ്റ് പോ. ഞാൻ എന്തിനു പോകണമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, പുറത്തു പോകാനാ പറഞ്ഞത്. എഴുന്നേറ്റിരുന്ന സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്തിനു പുറത്തു പോകണം? എന്തിനാ നിധി എപ്പോഴും എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? സുധീഷ് ആദ്യം പുറത്തു പോകുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കും. എന്ത് ചെയ്യും? റോഡിൽ കൂടെ പോകുന്നവനെ വഴക്ക് പറയുന്നത് പോലെയാണല്ലോ നിധി പറയുന്നത്. ഞാനെന്താ റൗഡിയാണോ? നിന്റെ ഭർത്താവ് ഭാര്യയുടെ ഒപ്പം അല്ലാതെ വേറെ ആരുടെ കൂടെ കിടക്കുക?
എന്താ? ഞാൻ പിന്നെ എവിടെ പോകേണ്ടത്? ഞാൻ പോകില്ല. നിധി ചോദിക്കുന്നു. സുധീഷിന് എന്താ പറ്റിയത്? എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ പ്ലീസ്. ഞാൻ വരാന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ നേരെ വരുമ്പോൾ നിധി പിന്നോട്ടേക്ക് മാറുകയാണ്. സുധീഷ് ചോദിക്കുന്നു, നിധി എന്തിനാ ഇങ്ങനെ പിന്നിലേക്ക് പോകുന്നത്? എന്നെ കണ്ടാൽ പ്രേതമായിട്ടോ പിശാചായിട്ടോ തോന്നുന്നുണ്ടോ? ഞാൻ 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വരുമ്പോൾ നീ 4 സ്റ്റെപ്പ് പിന്നിലേക്ക് പോവാണല്ലോ. നീ എന്റെ ഭാര്യ. നിന്റെ കഴുത്തില് ഞാൻ കിട്ടിയ താലിയുണ്ട്. നിയമപരമായി നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാ. ഞാൻ അടുത്ത് വരുമ്പോൾ നിധി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ദേ നോക്ക് നിധി, ഞാൻ ഇനി മുതൽ ഈ റൂമിലാ കിടക്കുക. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഈ പറയുന്നത്? മര്യാദയ്ക്ക് പുറത്തു പോ. അപ്പൊ സുധീഷ് പറയുകയാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞ് നിധി റൂമിന് പുറത്തേക്ക് ഇറങ്ങാനായി ശ്രമിക്കുമ്പോൾ നിധി എവിടെ പോകുന്നെന്ന് ചോദിച്ച് ഓടിച്ചെന്ന് നിധിയെ തടഞ്ഞ് വാതിലിൽ ചാരി നിൽക്കുകയാണ് സുധീഷ്. നിധി ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധിക്ക് പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ മാറി നിൽക്ക്. അപ്പൊ സുധീഷ് പറയുകയാണ്, മാറി നിൽക്കാൻ പറ്റില്ല നിധി. നിധി ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, തുടങ്ങി. എന്തിനാ സുഭാഷ് ഏട്ടനെ വിളിക്കുന്നത്? ഇപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചാ നീ ഒച്ച വെക്കുന്നത്? കരഞ്ഞോണ്ട് നിധി പറയുന്നു, കഥക് തുറക്ക് സുധീഷേ. തുറക്കാൻ പറ്റില്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ ഉറക്കെ കരഞ്ഞോണ്ട് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ് നിധി. സുഭാഷ് ഏട്ടാ ഇങ്ങോട്ടൊന്ന് വരണേ, എനിക്ക് പുറത്തിറങ്ങണം, കഥക് തുറക്ക്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുധീഷ് കഥകിന്റെ കുറ്റി ഇടുകയാണ്. ഇത് കണ്ട് ഭയത്തോടുകൂടി നിധി ചോദിക്കുന്നു, എന്തിനാ ഇപ്പം കുറ്റിയിട്ടത്? സുഭാഷ് ഏട്ടാ പ്ലീസ് ഇങ്ങോട്ടൊന്ന് ഓടി വരണേ. അങ്ങനെ നിധി കരഞ്ഞ് ബഹളം വെക്കുമ്പോൾ ഉറക്കം ഉണർന്ന സുഭാഷ് ലൈറ്റ് ഇട്ട് ഹരീഷിനെയും നികേഷിനെയും തട്ടി വിളിക്കുകയാണ്. അവർ വാതിലിന്റെ അരികിലേക്ക് വന്ന് ടെൻഷനോടുകൂടി നിധിയെ തട്ടി വിളിക്കുന്നു. നിധി എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? കഥ കാലത്തൊന്ന് കുറ്റിയിട്ടിരിക്കുകയാണല്ലോ. ഏട്ടത്തി എന്തു പറ്റിയതാ? നികേഷ് ചോദിക്കുമ്പോൾ നിധി കരഞ്ഞോണ്ട് പറയുന്നു, സുഭാഷ് ഏട്ടാ സുധീഷ് അകത്തേക്ക് കയറി വന്ന് കഥ കുറ്റിയിട്ടു. ഇത് കിട്ടിഞ്ഞിട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. നിധി കരഞ്ഞോണ്ട് പറയുന്നു, സുധീഷ് എന്നെ പുറത്തിറക്കാൻ സമ്മതിക്കുന്നില്ല. സുഭാഷ് ഏട്ടാ എനിക്ക് പേടിയാവുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുഭാഷ് പറയുന്നു, സുധീഷ് നീ അകത്തുണ്ടോ? വാതിൽ തുറക്കടാ. വാതിൽ തുറക്കെന്ന് പറഞ്ഞ് ഹരീഷും നികേഷും ബഹളം വെക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, ഞാൻ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യം, നിങ്ങൾ പോയി കിടന്നുറങ്ങ്. വന്നിരിക്കുന്നു. വിരൽ ചൂണ്ടി നിധി ചോദിക്കുന്നു, സുധീഷ് കഥക് തുറക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ സുധീഷ് പറയുകയാണ്, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോകില്ല. കഥക് തുറക്കെന്ന് പറഞ്ഞ് സുഭാഷും ഹരീഷും നികേഷും ബഹളം വെക്കുമ്പോൾ ഉറക്കം ഉണർന്ന ഭാസ്കരൻ വാതിലിന്റെ അരികിലേക്ക് വന്ന് അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എപ്പോ നോക്കിയാലും സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുന്നത്? ഞാൻ നോക്കട്ടെ ഇന്ന് നിധി എന്ത് ചെയ്യുമെന്ന്. കരഞ്ഞോണ്ട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ കഥക് തുറക്കാൻ പറ, പുറത്തിറങ്ങടാന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് സുഭാഷും ഹരീഷും. പൊട്ടിക്കരഞ്ഞോണ്ട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ എനിക്ക് പേടിയാവുന്നു. ടെൻഷനോടുകൂടി ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, ഇവൻ എന്ത് പണിയായി ചെയ്തത്? നിധിയെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ സുധീഷ് നിധിയോട് സംസാരിക്കുകയാണ്. പെട്ടെന്നൊന്ന് ആലോചിച്ച് സുധീഷിനെ തള്ളിയിട്ട് വാതിൽ തുറക്കുകയാണ് നിധി. എന്നെ തള്ളിയിട്ടോ നിധി എന്ന് വിളിച്ച് സുധീഷ് എഴുന്നേൽക്കാനായി ശ്രമിക്കുമ്പോൾ അകത്തേക്ക് കയറി വരികയാണ് സുഭാഷും ഹരീഷും നികേഷും. എന്തു പറ്റി മോളെ എന്ന് സുഭാഷ് ചോദിക്കും. കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, സുധീഷ് എന്റെ റൂമിനകത്തേക്ക് കയറി എന്റെ അടുത്ത് കിടന്നു. പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് എന്താടാ ഇത്? എന്നെ തള്ളിയിട്ട് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുധീഷ് പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, നിന്നോടാടാ ചോദിച്ചത്, നീ എന്തായി ചെയ്തത്? സുധീഷ് ചോദിക്കുന്നു, ഇത്ര ഞെട്ടി ചോദിക്കാൻ എന്താ? ഞാൻ അവളുടെ അടുത്ത് കിടന്നില്ലെങ്കിൽ പിന്നെ വേറെ ആര് കിടക്കാനാ? സുഭാഷ് ഏട്ടാ ഞാനല്ലേ അവളുടെ ഭർത്താവ്. അവൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ സുഭാഷ് എന്നെ ചോദ്യം ചെയ്യുകയാണോ? സുധീഷ് നീ ചെയ്യുന്നത് മോശമാണെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, മിണ്ടരുതടാ, അവളെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാ. ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കഴിഞ്ഞാൽ എന്താ? എന്റെ ഭാര്യയല്ലേ അവൾ. കരഞ്ഞുകൊണ്ട് നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ റൂമിലേക്ക് വന്നത് മുതൽ സുധീഷ് ഇങ്ങനെ പറയുന്നത്. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നത്? നിന്റെ ഭർത്താവായ ഞാൻ അകത്തേക്ക് വന്നാൽ അയ്യോ സുഭാഷ് ഏട്ടാ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? സുഭാഷ് പറയുന്നു, നിർത്തടാ, വിവരമില്ലടാ നിനക്ക്. ആ കുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ആ കുട്ടിയെ ഭയന്ന് നിൽക്കുക. സുധീഷ് പറയുകയാണ്, അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. അവൾ എന്തിനാ എന്നെ കണ്ട് ഇങ്ങനെ പേടിക്കുന്നത്? അതിന് ഞാൻ അവളെ എന്ത് ചെയ്തു? സുഭാഷ് ഏട്ടൻ തന്നെ ചോദിക്കുക, ഞാൻ എന്താ ചെയ്തതെന്ന്. ഞാൻ അവിടെ അടുത്ത് കിടന്നു. അതിന് അവള് അയ്യോ സുഭാഷ് ഏട്ടാന്ന് വിളിച്ചാൽ ഇങ്ങനെ വെച്ച് വെക്കേണ്ട കാര്യമുണ്ടോ? ഉടനെ സുഭാഷ് ഏട്ടനും വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? അവൾ എന്റെ ഭാര്യ, ഞാൻ അവിടെ ഒപ്പം റൂമിലല്ലേ കിടക്കേണ്ടത്? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ കരണ പോയി ചടിക്കുകയാണ് സുഭാഷ്. സുധീഷ് ഞെട്ടി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, കുടിച്ചിട്ട് വന്ന് അനാവശ്യം പറയുന്നോടാ. ഇതെല്ലാം കണ്ട് നിധി പൊട്ടിക്കരയുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഭാസ്കരൻ. ഇതെല്ലാം കണ്ട് പൊട്ടിക്കരയുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്